അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കിടിലം വീഡിയോ, ഇന്നേ വരെ ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും. അതിനു വേണ്ടിയുള്ള ഏറെ അവിടെ ഇരിപ്പുണ്ട്. ചലഞ്ചാണ്, ഇന്നൊരു വൻ ചലഞ്ചാണ്. ഇന്നത്തെ ചലഞ്ച് അതൊരു ചലഞ്ചാണ്. ഇന്നത്തെ ചലഞ്ച് വെച്ചാൽ അമ്മ അച്ഛനെ സാരി ഉടുപ്പിക്കും. അമ്മ അച്ഛനെ ഒരു സുന്ദരിയാക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. ഇന്നത്തെ ചലഞ്ചാണ് അമ്മ അച്ഛനെ സാരി ഉടുക്കും. അപ്പൊ അച്ഛന് പറ്റിയ ബ്ലൗസ് ഒക്കെ ഉണ്ടോ? അതൊക്കെ സിറ്റിപ്പം വെച്ചൊക്കെ നമുക്ക് വലിച്ചു കെട്ടാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സാരി ഉടുപ്പിക്കണം. അപ്പൊ ആദ്യം നമ്മൾ സാരി ഏതാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നമ്മൾ ചേരുന്ന സാരി വേണ്ട. അമ്മയുടെ അച്ഛന്റെ മണിയറ തുറന്നു. അച്ഛന് ചേരുന്ന സാരി തന്നെ വേണം. അതോ ലാസ്റ്റ് അത് പിന്നെ എടുക്കുക, ലാസ്റ്റ് ഓപ്ഷൻ. ഈ പച്ച സാരി കൊടുത്ത അടിപൊളിയായിരിക്കും. അതല്ലേ അമ്മ കൊടുത്തത്? അത് കൊടുത്ത അടിപൊളിയായിരിക്കും. പച്ച സാരി കൊടുത്ത നൈസായിരിക്കും. പച്ച സാരി കൊടുത്താല് അത് വേണ്ടെങ്കിൽ വേറെ നോക്കാം നമുക്ക്. ഇതാണ് അമ്മയുടെ കലവറയായ നിലവറ. ബ്ലൗസ് അച്ഛന് പറ്റിയ ബ്ലൗസ് എടുക്കും. അച്ഛന് പറ്റിയ സാരി. ഗൾഫിൽ നിന്ന് ആര് വന്നാലും മോനെ അമ്മയ്ക്ക് ടൈഗർ ബാം. അവിടെ പെയ്യത് ടൈഗർ ബാം, അമ്മയ്ക്ക് ടൈഗർ ബാം. അത് ഇല്ല സാരി എടുക്ക, ഇല്ല കിടക്കുന്നേ. ആ സാരി അതാകുമ്പോ എനിക്ക് ഉടുപ്പിക്കാൻ എളുപ്പം. ബ്ലൗസ് ഏതാ? ബ്ലൗസ് അവിടെ ഇരിപ്പുണ്ട് അതിന്റെ. അപ്പം സാരിയും ബ്ലൗസും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉടുക്കൽ പ്രക്രിയയിലോട്ട് പോവാം. ഓക്കെ ബാ. അപ്പൊ നമ്മൾ ഉടുക്കാൻ വേണ്ടി പോവാണ്. സാരി എടുത്തിരിക്കുന്നു. അച്ഛന് സാരി എടുത്തിരിക്കുന്നു. പാവാട ഒന്നും വേണ്ടല്ലോ. പാവാടയൊക്കെ വേണം. പിന്നെ പാവാട ഒന്നും വേണ്ട. പാവാട ഉടുപ്പിക്കാതെ എങ്ങനെ സാരി കുത്തുന്നത്? കൈലി ഉണ്ടല്ലോ. കൈലി ഉരിഞ്ഞു പോയൊന്നുമില്ല. വരൂ പെണ്ണേ, വരൂ. കമോൺ. നമ്മുടെ ചലഞ്ചിങ് കസേര എടുത്തു. ചലഞ്ചിങ് സിംഹം. കമോൺ. എന്തിനാ കസേര? എന്തിനാ? ഇരിക്കാൻ പാവത്തിന് സാരി ഉടുത്ത് കഴിയുമ്പോ ക്ഷീണിക്കാൻ. അമ്മയ്ക്കൊണ്ട് ഒരു കിടിലൻ ചലഞ്ച്. അപ്പം അത് തുടങ്ങാം. സമ്മതമാണല്ലോ. സമ്മതമാണോ? എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാം കൂടെ നമ്മളെ ഞാൻ പാന്റും ടീഷർട്ടും ഒക്കെ ഇടാം. സമ്മതമാണെന്ന് പറ. സമ്മതമാണോ? സമ്മതമാണ്. അപ്പം ശൈല ഒരുക്കാൻ പോവാണ്. ഓക്കെ, ആദ്യമായി ബ്ലൗസ് ഇടിപ്പിക്കുന്നു. എന്റെ ഈ വണ്ണം ഉള്ളിടത്ത് ഇത് കേറും. അത് അടിപൊളിയായിരിക്കും. ഉടുപ്പൊന്നും ഊരുവൊന്നും വേണ്ട, കുഴപ്പമില്ല. ഇന്നറാന്ന് എഴുതിക്കോളൂ. ബ്ലൗസ് ഒക്കെ ഇടുന്നു. ഇതാണ് ഭാര്യ ഭർത്താവ്. ഒരുക്കുവാണ്, ഒരുക്കേണ്ട രീതിയിൽ. അത് ഇങ്ങനെ ഇത് മണ്ടയ്ക്കോട്ട് എടുത്ത് കുത്തണ്ടായോ? അത് കുഴപ്പമില്ല. പുതിയ ട്രെൻഡാന്ന് എഴുതിക്കോളൂ. ഇതിനൊക്കെ എന്താ കുഴപ്പം? ഉത്സവത്തിനൊക്കെ ഇടാൻ പറ്റിയ കോസ്റ്റ്യൂമാണല്ലോ. ഇങ്ങോട്ട് നിന്നേ. ആരാ ഇത്? അമ്മ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോകുമ്പോ സെറ്റാ. മിണ്ടമ്മ എന്തെങ്കിലും അവിടെ നിന്നതൊക്കെ ഇട്ട് കഴിയട്ടെ, ആളുകൾ സംസാരിക്കാം. എന്തോലും പറയാം. രണ്ട് ആപ്പിൾ എടുത്തോണ്ട് വന്നിട്ടേ. രണ്ട് ചിരട്ട വെക്കാം. സെറ്റ് ആക്കാൻ. മോനെ രണ്ട് സിറ്റിപ്പൻ എടുത്തോണ്ട് വാടാ അവിടുന്ന്. ജനല ഇരിപ്പുണ്ട് അപ്പുറത്തെ മുറിയില്. സിറ്റിപ്പൻ എടുത്തിട്ട് വരാം. ശ്രീകുട്ടാ, ഇങ്ങോട്ട് സിറ്റിപ്പൻ കൊണ്ടുവന്നോ? സോക്സ് ഒക്കെ എടുത്ത് വെച്ചേക്ക കേട്ടോ. ഇതൊന്നും ഇടും മോനെ, എന്റെ കണ്ണ് അമ്മയുടെ കാണുന്നില്ല. ഉള്ള പോലെ കിട്ടാ മതി. സോക്സ് ഒക്കെ എടുത്ത് വെച്ച് സെറ്റ് ആക്കിയത് നിങ്ങൾ ഇത്ര ഉദ്ദേശിച്ചോ? അപ്പൊ രാധ റെഡിയാണ് എന്തിനും. ഇതാണ് അടങ്ങി നിക്കണം. അത് എവിടെങ്കിലും ഇപ്പൊ ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ സൂര്യയിലോ എവിടെങ്കിലും ഒരു കോമ്പറ്റീഷന് കപ്പിൾസിനൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ശരിയാ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊന്നും ഒരു ഇതല്ല. അതൊക്കെ സ്പോർട്സ് സ്പിരിറ്റ് എടുത്താൽ ഇതങ്ങോട്ട് കുത്തിക്കേ. ചുമ്മാ അങ്ങനെ നിക്കണ്ട, ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കാൻ താത്ത് കുത്ത്. അതൊക്കെ എല്ലാം അറിയോ? അച്ഛൻ കറങ്ങട്ടെ. അമ്മ അപ്പൊ കറക്കിയാ മതി. ഇത് എന്താ ഇങ്ങനെ വാ. അച്ഛൻ കറങ്ങും. അച്ഛൻ കറങ്ങച്ചാ. നീ കറങ്ങണ്ട, അവിടെ നില്ല്. അവിടെ നിക്ക്. കിടിലായിരിക്കും കേട്ടോ. എന്നിട്ട് എന്താ കാണിക്കുവാ ഇത്? കറങ്ങണ്ട, അവിടെ നിന്നോ. കറങ്ങണ്ട.
ഇത് കൊള്ളാം. അണയ്ക്കുന്നു. ഈ പട്ടി അണയ്ക്കുന്നു ശരി. ഇത് പിടിച്ചേ മോനെ. അണയ്ക്കുന്നു കേട്ടോ, പൊളിയാണ്. ഇതൊക്കെ ഒന്ന് ഉടുത്ത് പഠിക്കണം വല്ലപ്പോഴും. അതെ, എന്താ അതൊക്കെ പഠിക്കണം. ആ പിള്ളേർ പഠിച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു അമ്മയ്ക്ക് വയ്യ വരെ ആശുപത്രി പോകണമെങ്കിൽ ആ പെണ്ണുപിള്ളയെ ഒന്ന് ഉടുപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. കണ്ടോ? ഓ, സാരി ഉടുക്കുന്ന ഇതാ. ഇനി നമ്മൾ ആദ്യത്തെ ഒരെണ്ണം കുത്തിയിട്ട് രണ്ടാമത്തെയും കുത്തിയിട്ട് ഇങ്ങനെ എടുക്കണം അല്ലേ? പിടിച്ചേ പിടിച്ചേ പിടിച്ചേ. പിടിച്ച് അങ്ങോട്ട് വലിക്കട്ടെ. നിൽക്കട്ടെ. ഇവിടെ കുത്ത്. പെയ്യെ കുത്തിക്കണേ. ആ, കയ്യിൽ ഉരിഞ്ഞു പോകരുത്. അതവിടെ ഇട്ടേരാ ഉണ്ണിമോനെ. അപ്പൊ ഇനി ഞുറു എടുക്കാൻ പോവാണ് നമ്മള്. ഇനി നമ്മൾ അടുത്ത ഞുറു എടുക്കാൻ പോവാണ്. ഇത് അങ്ങനെ ഉണ്ട്, കൊള്ളാല്ലേ? സിസ്റ്റിപ്പനൊക്കെ എടുത്ത് വെക്ക്. സിസ്റ്റിപ്പൻ ഇനിയും വേണോ? ആ, ഇനിയും വേണം. പിന്നെ ഇത് കുത്തണ്ടായോ? ഓ, ഇത് എത്ര എണ്ണം പറയണ്ടേ? അതെന്തിനാ സഹായിക്കാൻ വന്നേ? ഞാനോ? അത് കൊള്ളാമല്ലോ. ഇപ്പൊ പെട്ടെന്ന് അങ്ങ് പ്ലേറ്റ് തിരിഞ്ഞ് അവിടെ അടങ്ങിയിരിക്ക്. സിറ്റിപ്പനി ഞാൻ കുത്തും. ഞാനാ അവിടെ നിൽക്കണ്ട. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഓ, ഞുറുവൊക്കെ എടുക്കാം. അപ്പൊ ഞുറുവൊക്കെ എടുക്കാൻ മിടിക്കുകയാണ് ശൈല. ഞുറുവൊക്കെ എടുക്കാൻ ഓ, അവിടെ നില്ല. എല്ലാം അറിയാം. ഓ ഓ, ശ്രീകുട്ട ഒന്ന് തിരിഞ്ഞു നോക്കടാ. ഇപ്പഴല്ല ശ്രീകുട്ട നോക്കണ്ട. അപ്പം സീൻ സാധനം വലിച്ചിനെ കൊണ്ട് കാണിക്കണം. അതാ അവിടെ നില്ല്. നല്ലോണം ഉടുപ്പിക്കണം. എനിക്ക് കണ്ടോണ്ടിരിക്കും. ഇത് രസമുണ്ട് കാണാൻ. ഇതിനകത്തൊന്നും പറയാനില്ല. പാട്ടിൽ കൂടെ എന്തെങ്കിലും പറയണ. ആരണ്ട് വീട്ടുകാരിട്ട് അടിക്കുന്നു. രാധാ വിത്ത് മണി. രാധാമണി. രാധ ഇങ്ങനെ തമ്മിൽ കൊണ്ടുവാ. രാധാ രാധാ മണി. സിസ്റ്റം കൊണ്ടുവാ. സിസ്റ്റപ്പിനൊക്കെ കുത്തുന്നു ഗൈസ്. ബനിയൻ ആവുകൊണ്ട് കേറുന്നില്ല മോനെ. അതല്ല, ബനിയൻ ആയതുകൊണ്ട് ഒക്കുന്നില്ല. വേണ്ട, ഇത് കണ്ടോ? അല്ല പോയി. അല്ല, തോന്നിയതാ. ഓക്കെ ഇത്ര മതി. അച്ഛന്റെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യട്ടെ. അച്ഛൻ്റെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യട്ടെ. അച്ഛൻ വെയിറ്റ്. ഇവിടെ ഇരുന്നു. അമ്മ വാനിട്. അവിടെ നില്ല. ഇത് അങ്ങനല്ല. ഇത്ര എന്നിട്ട് അമ്മയുടെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ ഇത് മൊത്തം ചെയ്യട്ടെ. ചെയ്തില്ലെങ്കിൽ ശരി. മൊത്തം ചെയ്തിട്ട് അച്ഛനെ കാണിക്കണ്ട. അവര് അപ്പം ഞുറു എടുക്കാൻ പോവാണ്. സഹായിക്കരുത് ഇങ്ങനെ അങ്ങ് നിക്കാതെ. ഞുറു എടുക്കാൻ പോവാണ് ഗൈസ്. ഞുറു എടുക്കാൻ പോവാണ്. അടിപൊളിയാണ് പരിപാടി. ഇത് ഒരു ഭാര്യയുടെ ഭാഗ്യമാണ് അല്ലേ? എന്താ സാരി ഉടുപ്പിക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെ നിന്ന് ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ? അത് ശതമാനം കഴിയട്ടെ. അതെന്താ മറ്റേ കൊച്ചംകുളങ്ങര അമ്പലത്തിൽ ഒരുങ്ങുന്നുണ്ടല്ലോ. ശരിയാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചാ മതി. അത് എത്രയോ പേര് ഓരോ നേർച്ചയായിട്ട് ചെയ്യുന്നു. ഇതൊന്നും വലിയ കാര്യമൊന്നും ഇവിടോട്ട് കുത്തണ്ട. അത് ഇതേ കുത്താതെ. സാരമില്ല. ഇത് പിടിച്ചോ? ഒന്ന് പിടിക്കാവോ? പിടിച്ചോ? നല്ല രണ്ട് ഷൂട്ട് നടത്തണം. ഇതകത്തോട്ട് കുത്ത്. കഴിഞ്ഞു പോകരുത്. മറിക്ക്. ഇത് പൊക്ക്. സിറ്റിപ്പൻ അതൊക്കെ ശരിയാക്കി. വയറൊക്കെ കാണാതിരിക്കാനാ. സെറ്റ് അടിപൊളിയായി. ഇങ്ങോട്ടേക്ക്
വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതെന്തോ ഐബ്രോ കണ്ണൊക്കെ എഴുതുന്ന കണ്ണൊക്കെ എന്താണ് പറയാനുള്ളത്? എന്തോ പറയാൻ എനിക്കൊന്നും പറയാൻ നിങ്ങൾ തകർത്തു എല്ലാവർക്കും. അതൊക്കെ അതൊന്നും ഇല്ല. ബാ ഇതെവിടെ പോവാ? അച്ഛൻ കണ്ണാടി ഒന്ന് നോക്കി. അച്ഛൻ ഇപ്പോഴാണ് അച്ഛനെ കണ്ണാടി കൂടെ കാണുന്നത്. എന്താ ചുമ്മാ തുടച്ചത്? നശിപ്പിക്കാൻ അമ്മ എന്താ ലിപ്സ്റ്റിക്? അമ്മ ആണല്ലേ. ഇനി വാർത്തകൾ വെളി വേണം. വെളി നിങ്ങൾ എന്ത് കാണും? ഒരു മാലയും കൂടെ വേണമായിരുന്നു. മാല കഴുത്തിലുണ്ട്. അപ്പൊ നമ്മള് അച്ഛന്റെ അമ്മയുടെ എൻട്രി കാണാൻ പോവാണ്. എങ്ങനെയുണ്ട്? ഒന്ന് ചേർന്ന് നിക്കടി. ഇവിടെ എന്തുവാ മറച്ചൊക്കെ ഇട്. പെണ്ണേ പെണ്ണേ നിൻ കല്യാണമായി, പെണ്ണേ പെണ്ണേ നിൻ കല്യാണമായി. വെള്ളം വല്ല വേണോടി ചോദിക്കേ. വെള്ളം വല്ലം വേണോടി പെണ്ണേ? ഒത്തിരി നേരമായി ഒരുങ്ങാൻ കേറിയിട്ട്. വെള്ളം കുടിച്ച ഇതങ്ങ് കൊണ്ടു. ഇങ്ങനെ തന്നെ ഏറ്റവും നല്ലത്. ഇറങ്ങി ശ്രീകുട്ടോ കേട്ടടാ, പുതിയ പെണ്ണ് വന്ന്. അജ്മൽ ഖാന്റെ ഉടുപ്പ്, ശ്രീകുട്ടന്റെ പാന്റ്, അജ്മൽ ഖാന്റെ ഉടുപ്പ്, അജുവിന്റെ ചേർന്ന് നിന്ന് ചേർന്ന് കൊണ്ട് നിന്ന് വലിച്ചിനെടുക്കലുണ്ടല്ല. വലിച്ചെടുക്കും. ഏതാ രാധാമണി? പെണ്ണേ പെണ്ണേ നിൻ കല്യാണം. വേണ്ട ഉറങ്ങുമല്ലേ. ഇടിച്ചോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അമ്മ ചോദിക്കേ. രസം അമ്മ വിളി വിളി വിളി. ചോ എങ്ങനെ ഞങ്ങളെ നോക്കിക്കേ എങ്ങനുണ്ട്? രാധാമണിയാ. അച്ഛൻ എണീറ്റിരുന്നേ. ഇതാരാ നോക്ക്. ഇതാരാ? പൊന്നമ്മയോ? ആരാച്ചാ ഇത്? ഇതാരാച്ചാ? ഇതാരാ? ആരാന്ന് പറയാ അച്ഛനാ? അല്ല അച്ഛൻ തന്നെ പറ ആരാന്ന് പറയുന്നത്. ആ രാധായ രാധാകൃഷ്ണനാ. വേണ്ട നോക്ക്. കടന്നോ കടന്നോ. നടക്കണി അങ്ങോട്ട്. വല്യച്ഛൻ ആദ്യമേ അച്ഛനെ കണ്ടപ്പോ ഇതാരാ ഇത് ആരടി കൊറേ നോക്കി അത് കിട്ടുന്നില്ല. എന്നിട്ട് പിന്നെ അയ്യേ ഇവനായിരുന്നു. അയ്യേ എങ്ങോണ്ട് ഇതൊക്കെ ഭയങ്കര പാടായില്ലേ? നല്ല ചൂടാന്നൊക്കെ പറ. സാരിയൊക്കെ എങ്ങനെ ചുമ്മാല്ല ഇപ്പം ആൾക്കാർ സൽവാറൊക്കെ ഇട്ട് നടക്കുന്നത്. ചുരിദാർ ചുമ്മാ അല്ല ഇടുന്നത്. ഇത് ഒരു മോനെ ഇത് മൈക്ക്. അപ്പൊ ടാറ്റ ബൈ ബൈ. അമ്മ കറക്റ്റ് എന്താ പ്രസവിക്കാറായില്ലേ? അമ്മ ടീഷർട്ട് ഇടുമ്പോൾ കറക്റ്റ് പ്രസവിക്കാറായ ഗപ്പി പോലുണ്ട്. ഇത് വൈറ്റ് മോളി പ്രസവിക്കാറായത്.
അപ്പൊ ബൈ, ടാറ്റ. അപ്പൊ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ടാറ്റ. ബൈ ഡി. എടി, ഊരടി അങ്ങോട്ട്.